السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ശ്രദ്ധിക്കുകയും പിൻപറ്റുകയും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ഇസ്ലാം റബ്ബിനോടുള്ള കടമയും കടപ്പാടും ബാധ്യതകളും നിർവഹിക്കുന്നതോടൊപ്പം രണ്ടാമതായി എടുത്തു പറയുന്ന അതിഗൗരവമേറിയ താക്കീദിന്റെയും നിർദ്ദേശങ്ങളുടെയും പട്ടികയിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സംഗതിയാണ് മാതാപിതാക്കൾക്ക് സുഹൃതം ചെയ്യുക, മാതാപിതാക്കൾക്ക് പുണ്യവും നന്മയും സേവനവും ചെയ്ത് അവരുടെ കൂടെ നന്മയിൽ വർത്തിക്കുക, ജീവിക്കുക എന്നത്. എന്തുകൊണ്ടോ സമൂഹവും സമുദായവും ഈ വിഷയത്തിൽ താല്പര്യവും ആഗ്രഹവും കാണിക്കാതെ പലർക്കും വീഴ്ച സംഭവിക്കുന്ന ഒരു മേഖല കൂടിയാണിത്. പ്രവാചകന്മാരെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിടത്ത്, അവരുടെ ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് വലിയ ഗുണപാഠവും നിർദ്ദേശവും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മഹാനായ യഹ്യ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വബർറം ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ്യാ. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ പല പ്രതിപാദന ശൈലികളും നിർദ്ദേശങ്ങളും. പുണ്യം ചെയ്യണമെന്ന വിഷയത്തിൽ, അവർക്ക് സേവനം ചെയ്യണമെന്ന വിഷയത്തിൽ പ്രവാചകന്മാരെ എടുത്ത് ഉപമിക്കുന്ന ആയത്തുകൾ ഖുർആനിൽ കാണാം. ഈസാ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപാദിക്കുന്ന വചനത്തിൽ വബർറം ബിവാലിദതി വലം യജ്അൽനി ജബ്ബാറൻ അസിയ്യാ. അദ്ദേഹം ഏതെങ്കിലും തരത്തില് അഹങ്കാരിയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ധിക്കാരം പ്രവർത്തിക്കുന്നവനൊന്നുമായിരുന്നില്ല. രണ്ട് പ്രവാചകന്മാരെയും പറയുന്നിടത്ത് അങ്ങനെയാണ്. അവരൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ആഗ്രഹിച്ച ആഗ്രഹവും ഖുർആൻ എടുത്ത് പറഞ്ഞത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാൻ, ഉമ്മയ്ക്ക് ഗുണം ചെയ്യുവാൻ അവരെ പ്രാപ്തമാക്കണമേ എന്നതും അതിനവർക്ക് സാധിക്കണമേ എന്നതുമൊക്കെയുള്ള ആശയങ്ങളുള്ള ആയത്തുകൾ. ഇത് എവിടുന്നാണ് വിശ്വാസികളുടെ ജീവിതത്തിൽ പാഠവും അതോടൊപ്പം തന്നെ വലിയ പ്രോത്സാഹനവുമായി കടന്നു വരിക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിച്ചാൽ, പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പേ പിതാവ് മരണപ്പെട്ടു. ഒരു പിതാവിന്റെ വാത്സല്യവും സ്നേഹവും അനുഭവിക്കുക, ആസ്വദിക്കുക എന്നത് അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ട നാളുകളിൽ വല്യുപ്പയുടെ പിന്തുണയും പ്രോത്സാഹനവുമായിരുന്നു ഉണ്ടായിരുന്നത്.
അങ്ങനെ മാതാവാണെങ്കിൽ അവരുടെ അവശതയും പ്രയാസങ്ങളും 6 വയസ്സായപ്പോഴേക്ക് മാതാവും വേർപിരിയുന്നു. 8 വയസ്സായപ്പോഴേക്കും വല്യപ്പയും വേർപിരിയുന്നു. കാലങ്ങൾ കഴിഞ്ഞു, വിവാഹം കഴിക്കുന്നു. 25-ാമത്തെ വയസ്സിൽ അവിടുന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹ അവിടുത്തേക്ക് പത്നിയായി വരുന്നു. അല്പകാലം കഴിഞ്ഞ് സന്താനങ്ങളൊക്കെ ആയപ്പോഴേക്ക് ഓരോ സന്താനങ്ങൾ ഇങ്ങനെ മരിക്കുകയാണ്. പിന്നീട് ഭാര്യയും, പ്രിയപ്പെട്ട ഭാര്യ, ഏറ്റവും അധികം തുണയും, അതോടൊപ്പം തന്റെ വേദനകളിൽ തനിക്കെപ്പോഴും നിങ്ങൾ എന്തിനാ റസൂലേ അല്ലെങ്കിൽ അവിടുത്തെ ഭർത്താവിനെ വലിയ സ്നേഹത്തോടെ വിളിച്ച് ആശ്വസിപ്പിക്കുകയാണ്. കുടുംബബന്ധങ്ങൾ ചേർക്കുന്ന, കുടുംബത്തോട് കാരുണ്യം കാണിക്കുന്ന, വിധവകളെയും അഗതികളെയും അനാഥകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സഹായിക്കാനുള്ള മനസ്ഥിതിയുള്ള നിങ്ങളെ ഒരിക്കലും റബ്ബ് കഷ്ടപ്പെടുത്തില്ല. ജിബ്രീലിന്റെ 1-ാമത്തെ വഹി ഇറങ്ങിയിട്ട് പേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ സമാധാനത്തിന്റെ വാക്ക് നൽകിയ മഹദി ഖദീജ റളിയല്ലാഹു തആല അൻഹ അവരും വേർപിരിഞ്ഞു. എത്രയോ മരണങ്ങൾ കണ്ടു. വിവാഹത്തിൽ ഇബ്രാഹിം എന്ന കുട്ടി മാരിയത്തുൽ